ഹലോ. അപ്പോൾ നമുക്ക് മാത്സിൻ്റെ എക്സാം കഴിഞ്ഞു. എല്ലാവർക്കും അത് കുറച്ച് ടഫായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഇനിയും കഴിഞ്ഞതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനിയും നമുക്ക് ഫിസിക്സ് ആണ് വരുന്നത്. ഫിസിക്സ് നല്ല മാർക്ക് മേടിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ മാത്സിന് നമ്മൾ ചെയ്തതുപോലെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് അത് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നതിലും ഫിസിക്സിലെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിച്ചിട്ട് പോവുക, ടോപ്പിക്ക് പഠിച്ചിട്ട് പോവുക. അതുപോലെ നിങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. അല്ലാതെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാത്രം പഠിച്ചുകൊണ്ട് പോകാതെ എല്ലാത്തിനെയും പറ്റി ഒരു ബേസിക് അറിവുണ്ടാക്കുക. അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്ന ടോപ്പിക്കുകൾ കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫിസിക്സ് ആണ് ഇന്ന് നോക്കുന്നത്. ഫിസിക്സിലെ ചാപ്റ്റർ 1. ഞാൻ ഒരിക്കലും ഇത് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, അങ്ങനെ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. The magnitude of maximum displacement to one side from its equilibrium position is amplitude. അതുപോലെ the time taken for one oscillation is called a period, and the number of oscillations in 1 second is called frequency. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. When the length of the pendulum increases, frequency decreases. As the period increases, frequency decreases. Factors that influence the natural frequency of an object are the length of the object, size of the object, elasticity, and nature of the material, etc. ഇതൊക്കെയാണ്. പിന്നെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ള ഒരു പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. അതിൻ്റെ ആൻസർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. T = 1/F, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ ബോർഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. F = 1/T, അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഫിസിക്സിലെ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ അതിൻ്റെ ഇക്വേഷനായി. അപ്പോൾ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. അത് എവിടെ തിരിക്കേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു അവസ്ഥ ഫിസിക്സിലില്ല. അതുപോലെ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, എക്സ്-റേസ് ആൻഡ് ഗാമ റേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. They do not require a medium for transmission. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ longitudinal waves are those in which the particles in the medium vibrate parallel to the direction of propagation of the wave. When the particles of a medium vibrate perpendicular to the direction of propagation of the wave, they are called transverse waves. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഡെഫിനേഷൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് പറയാൻ പോകുന്നത്. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആർ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് വേവ്. വെൻ ദ സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്, ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത്. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് കുറച്ച് ഡയഗ്രാംസേ പഠിക്കാനുള്ളൂ, ഫിഗേഴ്സേ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വരച്ച് പഠിക്കുക. ഇതിൻ്റെ ആൻസർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദ കിഡ്നി ഇൻ ഫിസിയോതെറാപ്പി. ഇതാണ് അൾട്രാസോണിക് വേവ്സിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. ദ ഫോക്കൽ ലെങ്ത് F ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഓപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ലെൻസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇത് നമ്മുടെ ചാപ്റ്റർ 2-ലെയാണ്. എക്സാമ്പിൾ, റിയൽ ഇമേജിൻ്റെ എക്സാമ്പിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഇമേജ് വരയ്ക്കാനും അതുപോലെ ഇത് ഡിഫൈൻ ചെയ്യാനും കാണാതെ പഠിച്ചുകൊണ്ട് പോകേണ്ട സാധനമാണ്. ഫിസിക്സ് എക്സാമിലെ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളിതൊന്ന് പഠിച്ചിട്ട് പോവുക. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഡീവിയേഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം or wavelength of the color of light. Dispersion of light is the phenomenon of splitting up of a composite light into its component colors. The orderly distribution of electromagnetic radiations is known as electromagnetic spectrum.
അതുപോലെ നിങ്ങൾ ഓവർലാപ്പിംഗ് കളേഴ്സും റിസൾട്ടിങ് കളേഴ്സാണ് ഓവർലാപ്പിങ്ങും പഠിച്ചുകൊണ്ട് പോവുക. റെഡും ഗ്രീനും വരുമ്പോൾ യെല്ലോ വരും, റെഡും ബ്ലൂ ആണെങ്കിൽ മജന്ത വരും, ബ്ലൂവും ഗ്രീനും ആണെങ്കിൽ സിയാൻ കളർ വരും, റെഡ് പ്ലസ് ഗ്രീൻ പ്ലസ് ബ്ലൂ ആണെങ്കിൽ വൈറ്റും വരും. അത് നിങ്ങൾ പഠിക്കുക. വാട്ട് ആർ ദ പ്രൈമറി കളേഴ്സ് ഇൻ യെല്ലോ ലൈറ്റ്, റെഡ് ആൻഡ് ഗ്രീൻ, അങ്ങനെ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. Scattering is the irregular and partial directional deviation of light when it encounters particles in a medium. The distance that the sun's rays travel through the atmosphere to reach the earth during sunrise and sunset compared to other times is more. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പോവുക. പിന്നെ ലോങ് സൈറ്റഡ്നെസ് ക്യാൻ ബി റെക്ടിഫൈഡ് യൂസിങ് എ കോൺവെക്സ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ. അതുപോലെ ഷോർട്ട് സൈറ്റഡ്നെസ് ക്യാൻ ബി റെക്ടിഫൈഡ് യൂസിങ് എ കോൺകേവ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ. ആ കോൺകേവും കോൺവെക്സും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് നിങ്ങളത് ഓർക്കുക. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കോസസ് ഡിഫിക്കൽറ്റി ഡ്യൂറിങ് നൈറ്റ് ഡ്രൈവ് ആണ്. ഐസൈറ്റഡ്നെസ്സിലെ പ്രോബ്ലംസ്. അതുപോലെ മേക്സ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ഡിഫിക്കൽട്ട് ബൈ ഒബ്സ്ട്രക്റ്റിംഗ് ദ നൈറ്റ് സ്കൈ. ലൈറ്റ് പൊല്യൂഷൻ. ദ ലൈറ്റ് ഫ്രം മൾട്ടി സ്റ്റോറി ഫ്ലാറ്റ്സ് മിസ്ലീഡ്സ് മൈഗ്രേറ്ററി ബേർഡ്സ്. ഇതൊക്കെയാണ് പ്രോബ്ലംസ്. പിന്നെ 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡയഗ്രാം വരുന്നുണ്ട്. ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. അതുപോലെ ഇഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ ഈസ് ക്ലോക്ക് വൈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻസ് വിൽ ബി ഇൻവേർഡ് ഇൻ ടു ദ കോയിൽ. ഇഫ് ദ കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻസ് വിൽ ബി ഔട്ട്വേർഡ്. അത് നിങ്ങൾ നോക്കുക. കോയിലിലെ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതായത് നമ്മുടെ ക്ലോക്ക് പോകുന്നത് പോലെ റൈറ്റിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഫ്ലക്സ് ലൈൻസിൻ്റെ ഡയറക്ഷൻ ഏത് സൈഡിലോട്ടായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും, അകത്തോട്ടായിരിക്കും. അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് വൈസിന് ഓപ്പോസിറ്റ് ആയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മുടെ കോയിലാണെങ്കിൽ ദ ഫ്ലക്സ് ലൈൻസ് വിൽ ബി ഔട്ട്വേർഡ്, വെളിയിലേക്ക് തള്ളി നിൽക്കുകയായിരിക്കും. വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ്ഡ് ബോത്ത് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ്ഡ്. ഈ ചുറ്റലിൻ്റെ എണ്ണം കൂടുന്തോറും മാഗ്നറ്റിക് സ്ട്രെങ്ത്തും അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സും കൂടുന്നു. ബട്ട് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ ടേൺ ഓഫ് ദ കണ്ടക്ടർ ഡിഡ് നോട്ട് ഇൻക്രീസ്. അത് കൂടുന്നില്ല. അതുപോലെ നമ്മൾ എ നോർത്ത് പോളും ബി സൗത്ത് പോളും ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിക്കുക. ഈ ഡയഗ്രാം ഒന്ന് കാണാതെ പഠിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.